ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കോഴികൾക്ക് ഞാൻ എൻ്റെ കോഴിക്ക് കൊടുക്കുന്ന ഇന്നത്തെ തീറ്റയാണ് കേട്ടോ. ഓരോ ദിവസം ഡിഫറെൻ്റ് ആണ്, എല്ലാ ദിവസവും ഒരേപോലെയല്ല. ചില ദിവസം വെറും അങ്ങാടി തീറ്റ മാത്രം കൊടുക്കാറുണ്ട്, അതായത് മുട്ടത്തീറ്റയും തവിടും മാത്രം മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഓരോ ദിവസം നമ്മളെ ടൈമും മൂഡും ഒക്കെ അനുസരിച്ചിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് മുത്തള് എന്ന് പറഞ്ഞ സംഭവമാണ്. ഓരോ നാട്ടിലും ഇതിന് ഓരോ പേരാണ്. ഞങ്ങളവിടെ പറയുന്ന മുത്തള് എന്നാണ്. ഇതൊരു ഔഷധ ചെടിയും കൂടെയാണ് കേട്ടോ. നമ്മളെ വയറ് സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും ഒരു എന്താ പറയുക, ഇതാണ് പരിഹാരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇത് കോഴികൾക്കും ദഹന പ്രക്രിയയൊക്കെ നല്ല രീതിയിൽ നടക്കാനും ലൂസ് മോഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് അവരുടെ ഫുഡിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ല ബെനിഫിറ്റ് എന്തായാലും ഉണ്ടാവും കേട്ടോ. പിന്നെ എടുത്തത് പപ്പായയാണ്. അതുപോലെ ഈ പ്ലേറ്റിൽ എടുത്തത് ലെയർ മാഷാണ്, കൃഷീൻ്റെ ലെയർ മാഷാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കാറ്. ഇത് വീട്ടിലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബാക്കിയാണ്. പുട്ട്, പിന്നെ കുറച്ച് എന്താ പറയുക, ഗ്രോവർ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ ഇപ്പോൾ കുറച്ച് മുന്നേ കൊണ്ടുവന്ന് വെച്ചതായിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെ ഗ്രോവർ വാങ്ങാറില്ല. ആദ്യമൊക്കെ എപ്പോഴും വാങ്ങുമായിരുന്നു, ഇപ്പം ഞാൻ ഗ്രോവർ വാങ്ങാറില്ല. സ്റ്റാർട്ടറും ലെയർ മാഷും മാത്രം വാങ്ങാറുള്ളൂ. തവിടും വാങ്ങും കേട്ടോ. തവിട് ഓരോ സമയം മാറ്റി മാറ്റി വാങ്ങും. ചിലപ്പോൾ ചോളം, ചിലപ്പോൾ ഗോതമ്പ്, ചിലപ്പോൾ അരി തവിട് അങ്ങനെ. ഇത് ഗോതമ്പ് ചോളത്തവിടാണ് കേട്ടോ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇത് കഴിയുമ്പോൾ അത് 5 കിലോ അങ്ങനെയാണ് വാങ്ങാറ്. ഇത് പിന്നെ ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്ന ബാക്കി ഫുഡാണ്, ബിരിയാണിയാണ്. അതിൻ്റെ കുറച്ച് ബാക്കിയുള്ളതാണ്. അതിൽ ചിക്കൻ പീസൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം പപ്പായൻ്റെ ഇല കുനുകുന അരിയണം. ഞാൻ ഇങ്ങനെ അരിയാതെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കോഴികൾ കൊത്തി പറിച്ച് കഴിക്കും. പക്ഷേ ചെറിയ കുഞ്ഞുങ്ങളും എല്ലാം എൻ്റെ ഇതിൽ എന്താ പറയുക, നാടൻ കോഴീൻ്റെ സെക്ഷനിൽ പല പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ടും ഫുഡിൽ പെട്ടെന്ന് ഇത് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ കുഞ്ഞായിട്ട് അരിയണത്. ഇത് നമുക്ക് അങ്ങനെ തനിയെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട്. മറ്റേ ഫുഡാകുമ്പോൾ അതിൻ്റെ കൂടെ ഞാൻ തനിയെ അങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ അപ്പം ഇങ്ങനെ കുഞ്ഞതായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ, താറാവിനൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇടുന്നത്. പിന്നെ അതല്ല, മിക്സ് ആക്കുമ്പോഴും നമുക്ക് എന്താ പറയുക, നല്ല ഒരു വൃത്തിക്ക് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ ഇതും കൂടെ എന്താ പറയുക, കുഞ്ഞതാക്കി അരിയുന്നുണ്ട് നമ്മളെ മുത്തള് എന്ന് പറഞ്ഞ സംഭവം. ഇത് മഴക്കാലത്ത് സുലഭമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അല്ല, വേനൽക്കാലത്ത് പിന്നെ നമ്മൾ നട്ട് വളർത്തി തന്നെ വേണ്ടി വരും. അതായത് ഉണ്ടാകുന്ന സ്ഥലത്ത് നമ്മൾ നനച്ചു കൊടുത്താൽ മതി. ഇത് നമുക്ക് ചട്നിയിലും എല്ലാത്തിലും ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി സാധനം കേട്ടോ. നമ്മൾ കുറച്ച് നമ്മുടെ കോഴികളെ മാത്രമല്ല നമ്മളെ ആരോഗ്യം കൂടി നോക്കുകയാണെങ്കിൽ ഇത് ബെസ്റ്റ് സാധനമാണ്. നമ്മൾ കിട്ടുന്നിടത്തോളം മാക്സിമം ഉപയോഗിക്കുക. തോരനായിട്ടും ചട്നിയായിട്ടും ഒക്കെ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് മഴക്കാലത്ത് എൻ്റെ വീടിൻ്റെ സറൗണ്ടിങ്സിലൊക്കെ കിട്ടും. വേനൽക്കാലത്ത് ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ, പാടം നമ്മളെ തൊട്ടടുത്താണ്. പാടത്ത് വാഴേൻ്റെ ഇടയിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് എടുത്തുകൊണ്ട് വരാറാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ മിക്സ് ചെയ്ത് നല്ലോണം അരിഞ്ഞ് കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ ബാക്കിയുള്ള ഈ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് ആ കാണുന്ന ഒസോമിനുണ്ട്. ഒസോമിന് കാൽസ്യത്തിന് ഉപയോഗിക്കുന്ന ടോണിക്കാണ്. അപ്പം അതും കൂടെ അത് കുറച്ച് വെള്ളത്തിൽ ഒഴിച്ചിട്ട് അത് എല്ലാം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ കൊടുക്കാറ്. ഒസോമിന് ചിലപ്പോൾ ഞാൻ കുടിവെള്ളത്തിൽ ഈ വിറ്റാമിൻ സപ്ലിമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ താറാവുകളും കൂടെ കൂട്ടി വളർത്തുന്നതുകൊണ്ട് താറാവ് വന്നിട്ട് ആ വെള്ളം ചിലപ്പോൾ കേടാക്കും. അല്ലെങ്കിൽ ആ വെള്ളം അവർ വേസ്റ്റാക്കി തട്ടിക്കളയും. കുറേ മേല് തുടച്ചിട്ടും അങ്ങനെ ആക്കിയിട്ടൊക്കെ നാശാക്കി കളയും. അപ്പോൾ അത് കോഴികൾക്ക് കിട്ടൂല. അപ്പോൾ ഫുഡിലാകുമ്പോൾ കോഴികൾക്ക് കിട്ടുമല്ലോ, കറക്റ്റ് കിട്ടുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് അത് ഫുഡിൽ മിക്സ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, നമ്മൾ കോഴികളെ വളർത്തുകയാണ് ബൾക്കായിട്ട്, ഇതുപോലെ കുറേ കോഴികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആര്യവേപ്പ്, തുളസി, പനിക്കൂർക്ക, പിന്നെ പപ്പായ, മുരിങ്ങയില, ചായാമൻഷ, മൾബറി, മധുരക്കിഴങ്ങ്, ഇങ്ങനെയുള്ള എല്ലാവിധ ഇലകളും നമുക്ക് ഇലകളൊക്കെ നമ്മളെന്തൊക്കെ ഇലകൾ കഴിക്കുന്നു അതൊക്കെ കോഴികൾക്ക് കൊടുക്കാനും, പിന്നെ അതിൻ്റെ കൂടെ ഔഷധങ്ങളായിട്ടുള്ള മറ്റ് ചെടികളും ഒക്കെ നമ്മൾ വളർത്താൻ ശ്രമിക്കട്ടെ. അതേപോലെ തന്നെ അസോളയും വളർത്തണേ. എന്നാൽ നമുക്ക് തീറ്റ ചെലവ് ഒരു പകുതിയാക്കി നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താലേ നമുക്കിത് ലാഭമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാഞ്ഞാൽ നമുക്ക് അങ്ങാടിത്തീറ്റ മാത്രം വാങ്ങി കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ സക്സസ് ആവില്ല. കാരണം കോഴിത്തീറ്റ വില കൂടിയാലും നമ്മളടുത്ത് നിന്ന് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങുന്നവർ അത്ര വില ഉണ്ടോ, അത് വില കൂടുതലാണല്ലോ എന്നും പറഞ്ഞിട്ടായിരിക്കും 90% ആൾക്കാരും. അത് വളർത്തിയെടുക്കാനും വാക്സിൻ കൊടുക്കാനും അതിൻ്റേതായ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തുണ്ടാക്കാൻ എന്തോരം കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് അത് വളർത്തിയവർക്ക് നല്ലോണം മനസ്സിലാവും. അല്ലാത്തവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയില്ല. 1-2 വീഡിയോ കണ്ടിട്ട് ഞാനും നാടൻ കോഴി വളർത്താൻ ഇറങ്ങുന്നവരുടെ കേസിലായിട്ടാണ് ഞാൻ ഈ പറയുന്നത്. കാരണം എനിക്കങ്ങനെ കുറേ എക്സ്പീരിയൻസ് ഉണ്ട്.
അപ്പം ഓരോരുത്തർ 10 ദിവസമായ കുഞ്ഞുങ്ങൾക്കൊക്കെ 150 രൂപയ്ക്ക് കൊടുത്താലും നമ്മൾ ഒരു മാസം വളർത്തി വാക്സിനും കാര്യങ്ങളൊക്കെ കൊടുത്ത് 130 രൂപയ്ക്ക് കൊടുത്താൽ അത്ര വില ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ബാർഗെയിൻ ചെയ്യാൻ നിൽക്കുന്നവരുണ്ട്. ഇതിൻ്റെ ബുദ്ധിമുട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് ക്ലീനാക്കി പാത്രം കഴുകി വെള്ളം നോക്കി എല്ലാം ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേനും നല്ല കഷ്ടപ്പാടുണ്ട് കേട്ടോ. അതും കൂടെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ വീഡിയോ കാണുന്നവരാരെങ്കിലും എൻ്റെ അടുത്ത് വന്നിട്ട് ബാർഗെയിൻ ചെയ്യാൻ നിൽക്കരുത്. കാരണം മാക്സിമം അഫോർഡബിൾ ആയിട്ടാണ് ഞാൻ കൊടുക്കാൻ ശ്രമിക്കാറ്. ഞാൻ വാങ്ങിയ സമയത്തുള്ള റേറ്റ് കമ്പയർ ചെയ്തിട്ടും സാധാരണക്കാർക്ക് എങ്ങനെ ഇത് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളത് നോക്കിയിട്ടാണ് ഞാൻ ഇതൊക്കെ എന്താ പറയുക റേറ്റ് ഇടാറ് കേട്ടോ. പിന്നെ ചിലപ്പോഴൊക്കെ എന്നെക്കൊണ്ട് പറ്റുകയാണെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മളും ഇതിൻ്റെ എഫേർട്ട് ഇപ്പോൾ നിങ്ങളെ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒരു ഫാം കൊണ്ടു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഫുഡൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. 1-2 ആൾക്കാർ എന്നോട് പറഞ്ഞിരുന്നു നിങ്ങൾ എങ്ങനെയാണ് ഫുഡ് കൊടുക്കുന്നത്, എങ്ങനെയാണ് ഒന്ന് വീഡിയോ ആയിട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റണ രീതിയിലൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഹോട്ടൽ വേസ്റ്റ് കിട്ടാത്ത സമയത്ത് അല്ലെങ്കിൽ നമ്മളെ നെയ്ബേഴ്സൊക്കെ റിലേറ്റീവ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഫുഡ് അവരുടെ വീട്ടിലൊക്കെ ബാലൻസ് വരികയാണെങ്കിൽ നമുക്ക് തരും കേട്ടോ. അങ്ങനെ അതൊന്നും കിട്ടാത്ത സമയത്ത് ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ ചോറ് സെപ്പറേറ്റ് തലേദിവസം അരിയും ഗോതമ്പും കൂടെ പകുതി പകുതി എടുത്തിട്ട് സോക്ക് ചെയ്ത് വെക്കും. സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം എന്താ പറയുക പിറ്റേ ദിവസം എടുത്തിട്ട് അത് ഹാഫ് കുക്ക് ചെയ്യും. അപ്പോൾ എന്താ വെച്ചാൽ അതും തവിടും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കും. ചില ദിവസം ചോറും എന്താ പറയുക തവിടും മാത്രം മിക്സ് ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. ചില ദിവസം എന്ത് ചെയ്യുന്നു അങ്ങനെ ചോറ് ഞാൻ കുക്ക് ചെയ്യുകയാണെങ്കിൽ അതിലെന്തായാലും ആര്യവേപ്പും മഞ്ഞളും ഞാൻ ആഡ് ചെയ്യും കേട്ടോ. അതുപോലെ വെളുത്തുള്ളി ആഡ് ചെയ്യും, ഉലുവ ആഡ് ചെയ്യും. ഇതൊക്കെ ആഡ് ചെയ്തിട്ടാണ് എന്തായാലും ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യാറേ. അല്ല അപ്പം നമുക്ക് ഓൾറെഡി കുക്ക്ഡ് ആയ ഫുഡ് കിട്ടുകയാണെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക അതിൽ ഇങ്ങനെയൊക്കെ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ എന്താണ് അസോള, ലെയർ മാഷ്, തവിട് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതായത് ഓരോ ദിവസം ഓരോ ഫുഡാണ്. ചില ദിവസം ഇന്നിപ്പോൾ പപ്പായ കൊടുത്തതെന്ന് വെച്ചിട്ട് നാളെ പപ്പായ കൊടുക്കില്ല. നാളെ ചേമ്പിൻ്റെ ഇല അല്ലെങ്കിൽ മൾബറീൻ്റെ ഇല അതല്ലെങ്കിൽ ചായാമൺഷ ഇങ്ങനെ എന്തൊക്കെ നമുക്ക് കിട്ടുന്നോ അതൊക്കെ കൊടുക്കണം. ഒരു നേരം എന്തായാലും നമ്മൾ പച്ചപ്പുല്ല് കൊടുക്കണം കേട്ടോ. അത് ഇന്ന ഇല എന്നൊന്നുമില്ല, നമുക്ക് എന്താണോ കിട്ടുന്നത്. മഴക്കാലത്ത് പിന്നെ അതിനൊരു പഞ്ചും ഉണ്ടാവില്ല, റോഡ് സൈഡിൽ ഇറങ്ങിയാലൊക്കെ കിട്ടും. പിന്നെ മഴക്കാലത്ത് നമ്മൾ അതുപോലെ തന്നെ പനിക്കൂർക്ക, തുളസി, ആര്യവേപ്പ് ഇതെന്തായാലും അവരുടെ ഫുഡിൽ 1-2 ദിവസം കൂടുമ്പോഴേ മഞ്ഞളും ഇത് ഒരു ആഴ്ചയിൽ 2-3 ദിവസം എന്തായാലും അവരുടെ ഫുഡിലോ വെള്ളത്തിലോ നമ്മൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കോഴികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോകളുമായിട്ട് വരണം എന്ന് എനിക്ക് മോട്ടിവേഷൻ തരുന്നത് നിങ്ങളെ സപ്പോർട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും നിങ്ങളതൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഫുഡ് കൊടുക്കുന്ന സമയത്ത് കോഴികൾ ഫുഡ് കഴിക്കാതെ ഏതെങ്കിലും കോണയിൽ ഇങ്ങനെ ഒരാൾ ഒറ്റപ്പെട്ട് നിൽക്കുക അല്ലെങ്കിൽ കൂടിപ്പതിച്ച് കിടക്കുക എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുന്ന അങ്ങനെയുള്ളൊരവസ്ഥ ഒക്കെ വരുന്നുണ്ടെങ്കിൽ ആ കോഴീനെ നമ്മൾ എന്തായാലും സെപ്പറേറ്റ് ഇടണം. സെപ്പറേറ്റ് ഇട്ടിട്ട് അവർക്ക് വെള്ളവും ഫുഡും വെച്ച് കൊടുത്തിട്ട് പോന്നാൽ പോരാ, എന്തായാലും നോക്കണം, ഒബ്സർവ് ചെയ്യണം. അവർ ഫുഡ് കഴിക്കുന്നുണ്ടോ നോക്കണം, വെള്ളം കുടിക്കുന്നുണ്ടോ നോക്കണം. ഈ വെള്ളത്തിൽ എന്തായാലും ചിലരെന്ത് ചെയ്യും സെപ്പറേറ്റ് ഒരു കൂട്ടിൽ അങ്ങോട്ട് ഇടും, എന്നിട്ട് വെള്ളം കൊടുക്കും, ഫുഡും വെച്ചിട്ട് ഇങ്ങോട്ട് പോരും. അവർ കുടിക്കുന്നുണ്ടോ ഇല്ലയെന്നൊന്നും നോക്കില്ല. ആ വെള്ളത്തിൽ കുറച്ച് ആൻറ്റിബയോട്ടിക് ഇടും. പറയും ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ടും മാറിയിട്ടില്ല എന്നൊക്കെ പറയും. അങ്ങനെയല്ല, നമുക്ക് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു 90% വരെയൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷേ നമ്മൾ എന്താ പറയുക തുടക്കത്തിൽ കാണുകയാണെങ്കിൽ എന്തായാലും മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ആ അങ്ങനെ ഉള്ള കോഴികളെ എന്തായാലും നമ്മൾ ഒബ്സർവ് ചെയ്യണം. അതിൽ പാൻ ഉണ്ടോ നോക്കണം. പാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കോഴിക്ക് നെഞ്ചണമൊക്കെ ഉണ്ടാവും, അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ഉണ്ടാവും. അപ്പോൾ അത് ഉണ്ടെങ്കിൽ അത് പാന് പോകാനുള്ള സംവിധാനം എന്താ വെച്ചാൽ ചെയ്യണം, പരിഹാരം എന്താ വെച്ചാൽ ചെയ്യണം. പിന്നെ അതിന് വൈറ്റമിൻ സപ്പോർട്ട് എന്തായാലും കൊടുക്കണം. നെഞ്ചണമൊക്കെ ഉള്ള കോഴീനെ നമുക്ക് തിരിച്ച് പിടിക്കണം എന്നുണ്ടെങ്കിൽ മിനിമം എന്തായാലും 2-3 മാസം എടുക്കട്ടെ. എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്. ഗുളികയും വിറ്റാമിൻസും ഒക്കെ ബയോട്രീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗുളിക കൊടുത്താൽ മതി. ചെറിയ പൊട്ട് വെള്ളത്തിൽ കലക്കി കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വിറ്റാമിൻ സപ്പോർട്ടും കൊടുക്കുക. നല്ല ഫുഡും കൊടുത്തു കഴിഞ്ഞാൽ കോഴി ഇങ്ങനെ മെല്ലെ 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 കയറി വരും. പാന് പിന്നെ ഉണ്ടാവരുത്, പാന് വരാതെ നോക്കണം. കുറച്ചു കാലം ആ കോഴീനെ മറ്റു കോഴികളെ കൂടെ ഇടാതെ പൂവന്മാരെ കൂട്ടത്തിലൊന്നും ഇടാതെ സെപ്പറേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ വേറൊരു കേസ് എന്താ വെച്ചാൽ കറക്റ്റ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ വിര ഇളക്കണം. കറക്റ്റ് വിര ഇളക്കൽ നടത്തിയില്ലെങ്കിൽ അതൊരു എന്താ പറയുക കോഴികളെ വളർച്ചേനെ ബാധിക്കും. അതുപോലെ തന്നെ കോഴികൾ ഇങ്ങനെ വെയിറ്റ് കുറഞ്ഞു വരും. എല്ലാവരും ഇങ്ങനെ വായി പൊളിച്ചിട്ട് ശ്വാസം എടുക്കണ അതേപോലെ ആയിക്കൊള്ളണമെന്നില്ല. വേറെ പല ടൈപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക.
പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ പരിസരം വൃത്തിയാക്കി കോഴീൻ്റെ പരിസരങ്ങൾ നമ്മൾ എന്തായാലും വൃത്തിയായിട്ട് കീപ്പ് ചെയ്യാൻ നോക്കണം കേട്ടോ. അത് കൂട് മാത്രമല്ല, കോഴികൾ നടക്കുന്ന പരിസരമായാലും ഒക്കെ നമ്മൾ വൃത്തിയാക്കി കീപ്പ് ചെയ്യണം. അതേപോലെ തന്നെ ഫാം നടത്തുന്ന ആൾക്കാർ പേഴ്സണൽ ഹൈജീൻ കീപ്പ് ചെയ്യണം കേട്ടോ. ചിലരെ ഒരു ധാരണ ഉണ്ട് ഫാം നടത്തുന്ന പോലെ വൃത്തിയില്ലാതെ നടക്കുക, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള അതിനോട് എനിക്ക് ഇത് ഇല്ല കേട്ടോ, യോജിപ്പില്ല. കാരണം അവരും പേഴ്സണൽ ഹൈജീൻ കീപ്പ് ചെയ്യണം. അപ്പോൾ നമ്മളെ കയ്യിൽ കുറച്ച് 1-2 പൂവന്മാരെ കൊടുക്കാനുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന വൈറ്റ് ലൈനേജിലുള്ള പൂവനൊക്കെ നമുക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ആർക്കെങ്കിലും പൂവൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത്, വാട്സാപ്പിൽ ബന്ധപ്പെടുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ താറാവില്ലാത്തവരൊക്കെ കുടിവെള്ളത്തിൽ എന്തായാലും വൈറ്റമിൻ സപ്പോർട്ട് കീപ്പ് ചെയ്യണം. അതായത് ഇന്ന് ഗ്രോവി ഫ്ലക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് മറ്റേ എന്താ പറയുക ഒസ്റ്റോവെറ്റോ ഒസോമിനോ അങ്ങനെ ഏതെങ്കിലും കാൽഷ്യത്തിൻ്റെ ഒന്ന് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഇത് കൊടുക്കുക. ഞാൻ പക്ഷേ വിമറാൾ ഇപ്പോൾ കൊടുത്തിട്ട് ഏകദേശം ഒരു മാസത്തിൻ്റെ മേലായിട്ട്, അല്ല ഒരു മാസമല്ല 8 മാസത്തിൻ്റെ മേലായി. കാരണം ഞാൻ വിമറാൾ വലിയൊരു ബോട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു 1500 രൂപേൻ്റെ. അത് ഞാൻ കൊണ്ടുവന്ന ദിവസം ഒന്ന് ഓപ്പൺ ചെയ്യാൻ വെച്ചു, അന്നത്തോടെ അത് തീരുമാനമായി. അങ്ങോട്ട് വീണുകൊണ്ട് ഫുള്ള് ചിന്തി കളഞ്ഞു പോയി, താഴെ വീണ് ചിന്തി പോയി. അപ്പോൾ ഞാൻ അതിൻ്റെ ശേഷം അത് വാങ്ങിയിട്ടില്ല, ആ നഷ്ടം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 8 മാസമായിട്ട് വിമറാൾ കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.